ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് പാർവതി വിജയൻ. തുടർച്ചയായി ഏറ്റവും കൂടുതൽ കാലം രാജ്യം ഭരിച്ച തിരഞ്ഞെടുക്കപ്പെട്ട പ്രധാനമന്ത്രി എന്ന നേട്ടം കൈവരിച്ച നരേന്ദ്രമോദിയെ രാഷ്ട്രപതി ദ്രൌപദി മുർമു അഭിനന്ദിച്ചു. ജനങ്ങൾക്ക് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള വിശ്വാസത്തിന്റെ തെളിവാണ് ഈ ചരിത്ര നേട്ടമെന്ന് രാഷ്ട്രപതി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കേന്ദ്ര മന്ത്രിസഭ ഇന്ന് പ്രമേയത്തിലൂടെ അഭിനന്ദിച്ചു. നാളെ ന്യൂഡൽഹിയിൽ നടക്കുന്ന നീതി ആയോഗിന്റെ 11ാമത് ഭരണസമിതി യോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധ്യക്ഷത വഹിക്കും. വികസിത ഭാരതം 2047നായി എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള മാനവ വികസനം എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. കേരളത്തിൽ കെഎസ്ആർടിസി ഓർഡിനറി ബസ്സുകളിൽ ഈ മാസം 15 മുതൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും സൌജന്യ യാത്ര അനുവദിച്ചതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഇതിലൂടെ ഉണ്ടാകുന്ന 800 കോടിയോളം രൂപയുടെ വാർഷിക വരുമാന നഷ്ടം കെഎസ്ആർടിസിക്ക് സർക്കാർ നൽകും. വയനാട് ജില്ലയിൽ 5 കുട്ടികൾക്ക് കൂടി ഷിഗല്ല സ്ഥിരീകരിച്ചു. ഇതോടെ വയനാട്ടിൽ ഷിഗല്ല ബാധിച്ചവരുടെ എണ്ണം 8 ആയി. ഷിഗല്ല വ്യാപനം നിയന്ത്രണ വിധേയമാണെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. സമ്പർക്കത്തിലൂടെ രോഗം പടരുന്നതായി സംശയമുണ്ടെന്നും ഇത് സംബന്ധിച്ച് റിപ്പോർട്ട് 2 ദിവസത്തിനകം ലഭിക്കുമെന്നും അദ്ദേഹം കോഴിക്കോട് പറഞ്ഞു. വയനാട് കാട്ടിക്കുളത്ത് കാട്ടാന ആക്രമണത്തിൽ ഒരു മരണം. പുളിമൂടുകുന്ന് മിച്ചഭൂമിയിലെ രാജുവാണ് മരിച്ചത്. വയനാട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കുടുംബത്തിന് 14 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകാനും അടിയന്തര സഹായമായി 5 ലക്ഷം രൂപ അനുവദിക്കാനും തീരുമാനമായി. കാട്ടാന ആക്രമണം തടയുന്നതിനായി 500 പേരടങ്ങുന്ന സ്പെഷ്യൽ റിസർവ് ഫോഴ്സ് അടിയന്തരമായി രൂപീകരിക്കാൻ മന്ത്രി ഷിബു ബേബി ജോൺ നിർദ്ദേശം നൽകി. കാട്ടാനകളുടെ സാന്നിധ്യം പതിവായി അനുഭവപ്പെടുന്ന ഹോട്ട്സ്പോട്ടുകളിൽ 5 പേർ വീതമുള്ള 100 ബാച്ചുകളായാണ് ഫോഴ്സ് രൂപീകരിക്കുന്നത്. വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട് കുറെക്കൂടി ഉത്തരവാദിത്തപൂർണമായ സമീപനം സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാവണമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. 2 ആഴ്ചയ്ക്കുള്ളിൽ 6 പേരുടെ ജീവനാണ് സംസ്ഥാനത്ത് നഷ്ടപ്പെട്ടതെന്നും ആക്രമണങ്ങളിൽ ജീവൻ പൊലിഞ്ഞവരുടെ കുടുംബങ്ങൾക്ക് അടിയന്തര സഹായം എത്തിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ചരിത്രരേഖകളും സാംസ്കാരിക പൈതൃകങ്ങളും സംരക്ഷിക്കേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്നും ഇതിന് സർക്കാർ പിന്തുണ നൽകുമെന്നും മന്ത്രി ഒ ജെ ജനീഷ്. അന്താരാഷ്ട്ര ആർക്കൈവ്സ് വാരാഘോഷങ്ങളുടെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. നടി ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട് മെമ്മറി കാർഡ് ചോർന്നതിൽ അന്വേഷണം ആവശ്യപ്പെട്ട് അതിജീവിത സമർപ്പിച്ച ഹർജി പരിഗണിക്കുന്നതിൽ നിന്ന് ജസ്റ്റിസ് കൌസർ എടപ്പകത്ത് പിന്മാറി. ജസ്റ്റിസ് ജോബിൻ സെബാസ്റ്റ്യനും കേസ് പരിഗണിക്കുന്നതിൽ നിന്ന് കഴിഞ്ഞ ദിവസം പിന്മാറിയിരുന്നു. കേരള പോലീസിന്റെ സൈബർ സുരക്ഷാ കോൺഫറൻസിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന മൾട്ടി സിറ്റി ഹാക്കത്തോൺ ഹാക്കപ്പ് 2026ന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് പ്രകാശനവും രജിസ്ട്രേഷൻ നടപടികളുടെ ഉദ്ഘാടനവും നാളെ പോലീസ് ആസ്ഥാനത്ത് നടക്കും. സംസ്ഥാന പോലീസ് മേധാവി റവാഡ ആസാദ് ചന്ദ്രശേഖർ ഉദ്ഘാടനം നിർവഹിക്കും. കേരളത്തിൽ വരും ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. ഇടുക്കി, എറണാകുളം, തൃശൂർ ജില്ലകളിൽ നാളെയും ഇടുക്കി, എറണാകുളം, കോട്ടയം ജില്ലകളിൽ മറ്റന്നാളും ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മോശം കാലാവസ്ഥ കണക്കിലെടുത്ത് കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് ഇനി മണിക്കൂറുകൾ മാത്രം. ചരിത്രത്തിലാദ്യമായി 48 ടീമുകൾ പങ്കെടുക്കുന്ന ടൂർണമെന്റിന് അമേരിക്ക, മെക്സിക്കോ, കാനഡ എന്നീ രാജ്യങ്ങൾ സംയുക്തമായാണ് ആതിഥേയത്വം വഹിക്കുന്നത്. ഇന്ത്യൻ സമയം നാളെ രാത്രി 10:30-നാണ് ഉദ്ഘാടന ചടങ്ങുകൾ ആരംഭിക്കുക. ആദ്യ പോരാട്ടത്തിൽ ആതിഥേയരായ മെക്സിക്കോ ദക്ഷിണാഫ്രിക്കയെ നേരിടും. ഫിഫ ലോകകപ്പിനോടനുബന്ധിച്ച് ഉപഭോക്താക്കൾക്കും ഫുട്ബോൾ ആരാധകർക്കുമായി പ്രത്യേക ഓഫർ പ്രഖ്യാപിച്ച് സപ്ലൈകോ. 11 ശബരി ഉൽപ്പന്നങ്ങൾക്ക് ആകർഷകമായ വിലക്കിഴിവുകൾ ആയിരിക്കും സപ്ലൈകോ സോക്കർ 11ലൂടെ ജൂൺ 15 മുതൽ നൽകുക. കോഴിക്കോട് സ്വദേശിയെ നിപ്പ രോഗലക്ഷണങ്ങളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കോഴിക്കോട്ടെ ഒരു സ്വകാര്യ ആശുപത്രിയിലാണ് രോഗിയെ പ്രവേശിപ്പിച്ചത്. ശ്രവം PCR പരിശോധനയ്ക്കായി അയച്ചു. രോഗസ്ഥിരീകരണം ഉണ്ടായിട്ടില്ലെന്ന് അധികൃതർ വ്യക്തമാക്കി. കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിലെ 4 ആരാധനകളിൽ 3ാമത്തേതായ രേവതി ആരാധന ഇന്ന് നടന്നു. ഇളനീരാട്ടത്തിന് ശേഷമുള്ള പ്രധാന ആരാധനാ നാളിൽ ഉച്ചയ്ക്ക് ആരാധനാ സദ്യയും പൊന്നിൻ ശീവേലിയും നടന്നു. രാജ്യത്തെ കാർഷിക കയറ്റുമതിയിൽ കഴിഞ്ഞ 12 വർഷത്തിനുള്ളിൽ റെക്കോർഡ് വർധനയെന്ന് കേന്ദ്ര വാണിജ്യ വകുപ്പ് ജോയിന്റ് സെക്രട്ടറി ഉജ്വൽ കുമാർ ഘോഷ്. ദക്ഷിണേന്ത്യൻ കാർഷിക കയറ്റുമതി മേഖലയിലെ വിവിധ പങ്കാളികളുമായി കൊച്ചിയിൽ നടന്ന സംവാദ പരിപാടിക്ക് ശേഷം വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പാക് അധിനിവേശ കശ്മീരിലെ മുസാഫറാബാദിൽ ടേക്ക് ഓഫിനിടെ പാകിസ്ഥാൻ സേനയുടെ ഹെലികോപ്റ്റർ തകർന്ന് MI-17 ഹെലികോപ്റ്ററാണ് തകർന്നത്. ഹെലികോപ്റ്ററിലുണ്ടായിരുന്ന മുഴുവൻ പേരും കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ട്. അപകട കാരണം വ്യക്തമല്ല. ഹോർമൂസ് കടലിടുക്കിന് ചുറ്റും അമേരിക്ക നടത്തിയ ആക്രമണങ്ങൾക്ക് തിരിച്ചടിയായി ജോർദാനിലെ US താവളത്തിന് നേരെയും ഗൾഫിലെ മറ്റ് 21 ഇടങ്ങൾക്ക് നേരെയും ആക്രമണം നടത്തിയതായി ഇറാൻ റവല്യൂഷണറി ഗാർഡ്. അതേസമയം ആക്രമണം സ്ഥിരീകരിച്ച ജോർദാൻ സായുധ സേന അൽ അസറക്കിന് നേരെയുണ്ടായ 5 മിസൈൽ ആക്രമണങ്ങൾ പ്രതിരോധിച്ചതായി അറിയിച്ചു. ഇന്ത്യൻ നാവികസേനയ്ക്കായി 75% തദ്ദേശ ഘടകങ്ങൾ ഉൾക്കൊള്ളുന്ന 20 അത്യാധുനിക ശേഷിയുള്ള ഗ്ലോബൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം ജാമറുകൾ വാങ്ങുന്നതിന് കരാറിൽ ഒപ്പുവച്ച് പ്രതിരോധ മന്ത്രാലയം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45-ന്.